നമസ്കാരം. CPM കൊടികുത്തി പൂട്ടിച്ച സ്ഥാപനത്തിന്റെ കേസിൽ ഉടമയ്ക്ക് അനുകൂല വിധി ലഭിച്ചു. ഈങ്ങാപ്പുഴ കുപ്പായക്കോട് വനിതാ സംരംഭകയുടെ സ്ഥാപനം അടച്ചുപൂട്ടാൻ ഇടയാക്കിയ സ്വത്ത് തർക്ക കേസിലാണ് ഉടമയ്ക്ക് അനുകൂലമായി കോടതി നിർണായകമായ വിധി പുറപ്പെടുവിച്ചത്. 2018 CPM പ്രാദേശിക നേതൃത്വം ഇടപെട്ട് കൊടികുത്തിയതിനെ തുടർന്ന് ഈ സ്ഥാപനം പൂർണ്ണമായി അടച്ചുപൂട്ടേണ്ടി വന്നിരുന്നു. അധികാരവും സ്വാധീനവും ഉപയോഗിച്ച് CPM തകർത്ത മറ്റൊരു സാധാരണ കുടുംബത്തിന്റെ നേർക്കാഴ്ചയാണിത്. സംരംഭത്തിന്റെ തുടക്കവും ബാങ്ക് വായ്പയും. കോഴിക്കോട് ജില്ലയിലെ ഈങ്ങാപ്പുഴയിൽ 25 വർഷത്തോളം കുടുംബസമേതം താമസിച്ചിരുന്ന റിട്ടയേർഡ് സർക്കാർ ജീവനക്കാരനായ ടോണി ജോസഫിനും കുടുംബത്തിനുമാണ് ഈ ദയനീയ അവസ്ഥയുണ്ടായത്. സർക്കാർ ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ ഇവരുടെ കുടുംബത്തിന് റബ്ബർ ബിസിനസ് ഉണ്ടായിരുന്നു. ജോലി ലഭിച്ച ശേഷം ഭാര്യ ജൂലിയാണ് ബിസിനസ് കാര്യങ്ങൾ നോക്കിയിരുന്നത്. 2015 ഈങ്ങാപ്പുഴയിൽ നിന്നും 5 കിലോമീറ്റർ അകലെയുള്ള കുപ്പായക്കോട് എന്ന സ്ഥലത്ത് ഒരേക്കർ ഭൂമി വാങ്ങി ഭാര്യ ജൂലി ഒരു റബ്ബർ പാൽ സംസ്കരണ കേന്ദ്രം ആരംഭിക്കുകയായിരുന്നു. നിർമ്മാണത്തിനായി ആദ്യം ഫെഡറൽ ബാങ്കിന്റെ ഈങ്ങാപ്പുഴ ശാഖയിൽ നിന്നും 1.5 കോടിയോളം രൂപ വായ്പ എടുത്തിരുന്നുവെങ്കിലും മികച്ച സിബിൽ സ്കോർ ഉണ്ടായിരുന്നതിനാൽ അന്നത്തെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ഇവരെ സമീപിക്കുകയും പ്രധാനമന്ത്രിയുടെ സ്റ്റാൻഡപ്പ് ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുറഞ്ഞ പലിശയിൽ ലോൺ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ഇതേ തുടർന്ന് ഫെഡറൽ ബാങ്കിലെ ലോൺ ക്ലോസ് ചെയ്ത് അവർ സ്റ്റേറ്റ് ബാങ്കിലേക്ക് വായ്പ മാറ്റുകയായിരുന്നു. പിന്നീട് വഴിത്തർക്കവും CPM കൊട്ടേഷനും. എന്നാൽ ടോണി ജോസഫിന്റെ ഫാക്ടറിക്ക് സമീപം ഭൂമിയുണ്ടായിരുന്ന വാളിപ്ലാക്കൽ തോമസും അദ്ദേഹത്തിന്റെ മക്കളും മരുമക്കളും തമ്മിൽ സ്വത്ത് വഴിത്തർക്കങ്ങൾ നിലനിന്നിരുന്നു. ഈ തർക്കം ഒത്തുതീർപ്പാക്കാൻ പ്രദേശത്തെ CPM നേതാക്കളായ ഗിരീഷ് ജോൺ കുമ്പാട്ട്, രാജു സ്കറിയ എന്നിവർക്ക് വാളിപ്ലാക്കൽ കുടുംബം കൊട്ടേഷൻ നൽകി. ടോണിയുടെ ഫാക്ടറിക്ക് നടുവിലൂടെ 10 അടി വീതിയിൽ പുതിയ റോഡ് വെട്ടി വാളിപ്ലാക്കൽ കുടുംബത്തിന്റെ പ്രശ്നം പരിഹരിക്കാനായിരുന്നു നേതാക്കളുടെ നീക്കം. ഇത് ഫാക്ടറിയുടെ സുരക്ഷയെ ബാധിക്കുമെന്ന് പറഞ്ഞ് ടോണി ഇതിന് വിസമ്മതിച്ചു. തുടർന്ന് നേതാക്കൾ ഫാക്ടറിയിലെത്തി കയർക്കുകയും സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ 25 ലക്ഷം രൂപയും ഫാക്ടറിയുടെ 4/1 ഓഹരിയും ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു. കള്ളക്കേസുകളും കൊടികുത്തലും. CPMലെ ഉയർന്ന നേതാക്കളെ കൊണ്ട് സ്വാധീനിക്കാൻ ശ്രമിച്ചെങ്കിലും ഗിരീഷ് ജോൺ വഴങ്ങിയില്ല. ആവശ്യങ്ങൾ അംഗീകരിക്കാത്തതിനെ തുടർന്ന് അയൽവാസിയായ നെല്ലിക്കുന്നേൽ ചാക്കോയെ ഉപയോഗിച്ച് ടോണിയുടെ വസ്തുവിൽ അതിർത്തി തർക്കം ഉണ്ടാക്കി. താലൂക്ക് സർവേയർ വന്ന് അളന്ന് തിട്ടപ്പെടുത്തിയ ഭൂമിയിൽ പ്രതികൾ ടോണിയുടെ മുറ്റത്തെ ആഞ്ഞിലിമരം മുറിച്ചു കടത്തുകയും പിന്നീട് ടോണി ചാക്കയുടെ ഭാര്യ മേരിയുടെ കൈയൊടിച്ചെന്നും മരം കട്ടെന്നും ആരോപിച്ച് താമരശ്ശേരി പോലീസിൽ കള്ളക്കേസ് നൽകുകയും ചെയ്തു. ചികിത്സാരേഖകൾ ഹാജരാക്കാത്തതിനാൽ അന്ന് ടോണി രക്ഷപ്പെട്ടു. പിന്നീട് പ്രദേശത്തെ CPM പ്രവർത്തകർ ഫാക്ടറിയിലെത്തി 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും പാർട്ടിയുടെ കൊടി നാട്ടുകയും ചെയ്തു. ഇതോടെ ഫാക്ടറിയുടെ പ്രവർത്തനം പൂർണ്ണമായി തടസ്സപ്പെട്ടു. അതിനു പിന്നാലെ റവന്യൂ, രജിസ്ട്രേഷൻ വകുപ്പുകളിലെ ചില ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് വ്യാജ ആധാരമുണ്ടാക്കി ഭൂമി പോക്കുവരവ് ചെയ്ത ശേഷം മരമുറിയുമായി ബന്ധപ്പെട്ട് ടോണി ജോസഫ്, ഭാര്യ ജൂലി, പാലായിൽ താമസിക്കുന്ന വയോധികയായ അമ്മായിയമ്മ എന്നിവരുൾപ്പെടെ 6 പേർക്കെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം രണ്ടാമതും കള്ളക്കേസെടുത്തു. ഇനി കോടതി വിധിയിലൂടെ പുറത്തുവന്ന ഗൂഢാലോചന. 2019 മുതൽ താമരശ്ശേരി ഗ്രാമന്യായാലയത്തിൽ നടന്ന ഈ കേസിൽ ഏപ്രിൽ 6 ന്യായാധികാരി പ്രീതി തമ്പാൻ നിർണായക വിധി പുറപ്പെടുവിക്കുകയായിരുന്നു. സംഭവം നടന്ന 5 മാസത്തിന് ശേഷം മാത്രം FIR രജിസ്റ്റർ ചെയ്തതിലെ അസ്വാഭാവികമായ കാലതാമസം പ്രതികളെ കുടുക്കാൻ കൃത്രിമ രേഖകൾ ഉണ്ടാക്കി നടത്തിയ ഗൂഢാലോചനയാണെന്ന പ്രതിഭാഗം വാദത്തെ ശരിവയ്ക്കുന്നുവെന്ന് കോടതി നിരീക്ഷിക്കുകയായിരുന്നു. പരിക്കേറ്റു എന്ന് പറയുന്നവർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇല്ലായിരുന്നുവെന്നും സ്വതന്ത്ര സാക്ഷികൾ സംഭവം കണ്ടില്ലെന്ന് മൊഴി നൽകിയതായും കോടതി കണ്ടെത്തി. കേസ് കെട്ടിച്ചമച്ചതാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ടോണി ജോസഫ് അടക്കമുള്ള പ്രതികളെ കോടതി കുറ്റവിമുക്തരാക്കി. കച്ചവടം തകർന്നു, ബിസിനസ് പങ്കാളിയുടെ ആത്മഹത്യയും. നിരന്തരമായ പാർട്ടി അതിക്രമങ്ങളും കള്ളക്കേസുകളും കാരണം 30ഓളം തൊഴിലാളികൾക്ക് ആശ്രയമായിരുന്ന ലാറ്റക്സ് സംസ്കരണ യൂണിറ്റ് പൂർണ്ണമായും പൂട്ടിപ്പോയിരുന്നു. ടോണിയുടെ ഈങ്ങാപ്പുഴയിലുള്ള ഒറീസ റബ്ബേഴ്സ് എന്ന സ്ഥാപനത്തിന് മുന്നിലും CPM സ്റ്റേജ് കെട്ടി ഉച്ചഭാഷിണിയിലൂടെ വധഭീഷണിയും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പരാമർശങ്ങളും നടത്തി കച്ചവടം തകർത്തു. ഇതേ തുടർന്ന് കനത്ത മാനസിക വിഷമത്തിലായ ടോണിയുടെ ബിസിനസ് പങ്കാളി ജയപ്രകാശ് 2019 ഏപ്രിൽ 1 ആത്മഹത്യ ചെയ്തു. ഇതിന് പിന്നാലെ ടോണിക്കും ഭാര്യയ്ക്കുമെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റവും പോലീസ് ചുമത്തുകയുണ്ടായി. ബാങ്ക് ഉദ്യോഗസ്ഥരുടെ ചതി. സർവവും ജപ്തി ചെയ്ത് വഴിയാധാരമാക്കി.
ഇതിനിടെ CPM പ്രവർത്തകർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ചില ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് ലോൺ ഘടനയിൽ മാറ്റം വരുത്തി. ജോലിയുടെ വയോധികയായ അമ്മയെ തെറ്റിദ്ധരിപ്പിച്ച് വായ്പാക്കാരിയാക്കുകയും സർക്കാർ ജീവനക്കാരനായ ടോണിയെ ഗ്യാരണ്ടറാക്കുകയും ചെയ്തു. ടോണിയുടെ 84 വയസ്സുള്ള പിതാവിന്റെ അറിവില്ലാതെ അദ്ദേഹത്തിന്റെ പേരിൽ ഇടുക്കി പൊട്ടൻകാടുള്ള 1.5 ഏക്കർ ഭൂമിയും വീടും കാർഷിക ലോൺ എടുപ്പിച്ച് ഈ ഫാക്ടറി ലോണിലേക്ക് വകമാറ്റുകയും പിതാവ് തൊഴിലുറപ്പിന് പോയി സമ്പാദിച്ച തുക പോലും ബാങ്ക് മരവിപ്പിക്കുകയും ചെയ്തു. ഫാക്ടറി പൂട്ടിയതോടെ ലോൺ തിരിച്ചടവ് മുടങ്ങി. ജപ്തി നോട്ടീസ് വന്നപ്പോൾ ടോണി കേസ് നടത്താൻ ഏൽപ്പിച്ച വക്കീലിനെ ബാങ്ക് അധികൃതർ കൂടുതൽ പണം നൽകി വിലക്കെടുത്തു. തന്മൂലം കോടതിയിൽ കേസ് ഫയൽ ചെയ്യാതിരിക്കുകയും ഒരു ദിവസം രാത്രി 8 മണിക്ക് കുട്ടികളുമായി വീട്ടിലിരിക്കെ പെട്ടെന്ന് വന്ന് ഫാക്ടറിയും വീടും ജപ്തി ചെയ്യുകയും ചെയ്തു. അന്ന് രാത്രി ടോണിക്കും കുടുംബത്തിനും പഞ്ചായത്ത് മെമ്പറുടെ വീട്ടിൽ അഭയം തേടേണ്ടി വന്നു. എന്തായാലും സ്ഥാപനത്തിനായി 1 കോടി രൂപ ലോൺ എടുത്തതിന് പകരമായി ഈടായി നൽകി വീടടക്കം 6 കോടിയോളം രൂപയുടെ സ്വത്തുക്കൾ ജപ്തി ചെയ്തതോടെ തങ്ങൾ പൂർണ്ണമായും വഴിയാധാരമായെന്ന് ടോണി ജോസഫ് വ്യക്തമാക്കുന്നു. ഭരണസ്വാധീനം ഉപയോഗിച്ച് CPMന് വേണ്ടി കൊട്ടേഷൻ വർക്ക് ചെയ്ത സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് ഉടമ ആവശ്യപ്പെടുന്നു. ഭരണകാലത്ത് CPM കാണിച്ച ക്രൂരതകൾക്കും നെറികേടുകൾക്കും ജനങ്ങൾ തെരഞ്ഞെടുപ്പിലൂടെ മറുപടി നൽകിയെന്നും ഇപ്പോൾ കോടതി വിധികളിലൂടെ അവർക്ക് തിരിച്ചടി കിട്ടുകയാണെന്നും കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ പ്രതികരിച്ചു. എന്തായാലും ഒരു സംരംഭം തുടങ്ങിയതിന്റെ പേരിൽ ജീവിതം വഴിമുട്ടി സർവ്വതും നഷ്ടപ്പെട്ട് ആത്മഹത്യയുടെ വക്കിലെത്തിയ തങ്ങൾക്ക് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് നീതി ലഭ്യമാക്കണമെന്നാണ് ഈ മുൻ സർക്കാർ ജീവനക്കാരൻ UDF സർക്കാരിനോട് അപേക്ഷിക്കുന്നത്.